ഹായ് ഓൾ. BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയിൽ രണ്ടാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ 4 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അഥവാ ജോൺ മിൽട്ടനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് ദ 17th സെഞ്ചുറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന യൂണിറ്റ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ജോൺ മിൽട്ടനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ 17th സെഞ്ചുറിയെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾ പല റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോഴും അവർ ജനിച്ച ആ ഒരു ടൈമിനെ കുറിച്ചിട്ടും അവരുടെ ഒരു തീമും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ഒരു തീമും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പല ബ്ലോക്കുകളിലായിട്ടും കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തർ ഓരോ ഇതിൽ നിന്നാണല്ലോ ഉത്ഭവിച്ചിട്ടുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ഇതിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു 17ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു നൂറ്റാണ്ടിൽ എന്തൊക്കെ പ്രധാന സംഭവങ്ങൾ നടന്നു എന്നുള്ളത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് കാരണം ഒരുപാട് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഈ ഒരു നൂറ്റാണ്ടിലാണ് ജീവിച്ചു പോന്നിരുന്നത്. സോ അതിന് വളരെ ഉപകാരമാവും നമ്മൾ ആ ഒരു സമയത്തുള്ള നമ്മുടെ ബ്രിട്ടീഷ് ആ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊരു കാര്യമല്ല പറയുന്നത്. ബട്ട് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നമ്മൾ അവിടെ എന്തൊക്കെ നടന്നിരുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു കഥ രൂപേണ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പം കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ആക്കി ഉഷാറാക്കി എഴുതാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ ഒരു 17ാം നൂറ്റാണ്ടിൽ എന്താണ് ഒരുപാട് സംഭവങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ മെയിൻ ആയിട്ട് നടന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ പറയാം ആ ഒരു 17ാം നൂറ്റാണ്ടിൽ എത്തുന്നതിന് മുമ്പ് അവസാനത്തെ എറ എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്തൻ ആ ഒരു എറ ആയിരുന്നു. അഥവാ 1558 മുതൽ 1603 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ എലിസബത്തൻ ഏജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു എറ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച്. അഥവാ ആ റിനൈൻസൻസ് ഒക്കെ അത്രയും ആ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ആ ഒരു ടൈം റൈറ്റേഴ്സൊക്കെ ഒരുപാട് ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്ന ടൈം നമ്മുടെ തോമസ് കിഡ് അതുപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസർ ഷേക്സ്പിയർ അവരൊക്കെ അത്രയും തിളങ്ങിയ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പവർ കൊണ്ടിട്ടാണ്. സോ ആ ഒരു റൈറ്റേഴ്സിനൊക്കെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉള്ള ഒരു സമയമായിരുന്നു നമ്മുടെ എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ 17th സെഞ്ചുറിയുടെ ബിഗിൻസ് ആയിട്ടാണ് നമ്മുടെ കിങ് ജെയിംസ് ആറാമൻ നമ്മുടെ സ്കോട്ട്ലാൻഡിലും അതുപോലെ തന്നെ ജെയിംസ് ഒന്നാമൻ നമ്മുടെ ഇംഗ്ലണ്ടിലായിട്ട് വരുന്നത്. അതോടുകൂടി തന്നെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെ ആകെ തല കുത്തനെ മറിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും ഒരു ശാന്തതയോടെ ആ ഒരു സമാധാനത്തോടെ ജീവിച്ചിരുന്ന ജീവിതം തന്നെ താറുമാറായിപ്പോയി നമ്മുടെ 17ാം നൂറ്റാണ്ട് എത്തിപ്പോയിരുന്നു. അഥവാ നമ്മുടെ മിൽട്ടനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ജക്കോബിയൻ ഇറയിലും അതുപോലെ തന്നെ കെരോലിൻ ആ ഇറയിലുമാണ്. ആ ഒരു 2 ഇറയിലും അദ്ദേഹം ഫോക്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് അധികം ഈ 2 ഇറയിലായിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ഇറ എന്താണെന്നുള്ളത് അറിയണം. അഥവാ നമുക്ക് ജക്കോബിയൻ ഇറ നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചു. 1603 മുതൽ 1625 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ജക്കോബിയൻ ഇറ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ കിങ് ജെയിംസ് ഒന്നാമൻ 1603 മുതൽ 1625 വരെ ഭരിച്ച ആ ഒരു സമയമാണ് പറയുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമ്മുടെ കിങ്ങും പാർലമെന്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ വളരെ മുറുകിയിരിക്കുന്ന ടൈം, അതുപോലെ തന്നെ കിങ്ങും പ്യൂരിറ്റൻസും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പ്യൂരിറ്റൻ മൂവ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിലൊന്ന് ഒരു ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഒരു പ്യൂരിറ്റൻ മൂവ്മെന്റിന്റെ ഒറിജിൻ വരുന്നത് ലേറ്റ് 16th സെഞ്ചുറിയിലാണ്. അഥവാ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പ്യൂരിറ്റൻ മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ റോമൻ കത്തോലിക്കൽ ആ ഒരു സ്വാധീനങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ആ സഭയെ കൂടുതലായിട്ട് ശുദ്ധമായിട്ട് ലളിതമായിട്ട് അഥവാ ബൈബിൾ അധിഷ്ഠിതമായിട്ട് മാറ്റണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു അവരുടെ ഒരു ഉദ്ദേശം. ഈ ഒരു പ്യൂരിറ്റൻ മൂവ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അഥവാ ആ ഒരു അത്രയും വിശ്വാസങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കണം. ആ ഒരു ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആ ഒരു ലൈഫ് ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് ചിന്താഗതിയാണ് അവർക്ക് ആ ഒരു പ്യൂരിറ്റൻസിന് ഉണ്ടായിരുന്നത്. അഥവാ 1534 നമ്മളെ ഹെൻറി 8 റോമൻ കത്തോലിക്കിൽ നിന്ന് വേർപിരിഞ്ഞ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചത്. അങ്ങനെയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടാകുന്നത്. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടാക്കിയത് ആരാണ്? ഹെൻറി 8 1534 നിന്ന് റോമൻ കത്തോലിക്കിൽ നിന്ന് പിന്മാറി നമ്മുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. പക്ഷെ അതിൽ പല പ്രൊട്ടസ്റ്റൻസിനും അതിലിപ്പോഴും ഒരു കത്തോലിക്കിൻ്റെ ഒരു ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട്. അവരാണ് പിന്നീട് പ്യൂരിറ്റൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. അഥവാ പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒരു തീവ്ര വിശ്വാസം ഉള്ളവർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അഥവാ അവർക്ക് ഇപ്പോഴും നമ്മുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും ആ ഒരു റോമൻ കത്തോലിക്കുമായിട്ട് ആചാരങ്ങൾ ഒരുപാട് സാമ്യതയുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ആ ഒരു തോന്നിയതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു പ്രതിഷേധമാണ് നമ്മുടെ ഈ ഒരു പ്യൂരിറ്റൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എലിസബത്ത് ആ ഒരു കാലത്ത് ഇംഗ്ലീഷ് സഭ പ്രൊട്ടസ്റ്റന്റ് മതം സ്വീകരിച്ചിരുന്നു. ഇത് പ്യൂരിറ്റൻസിൽ കൂടുതൽ ആളുകൾക്കും അവർക്കിങ്ങനെ ഇത് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്യൂരിറ്റൻസിൻ്റെ പോലത്തെ അല്ല. പ്രൊട്ടസ്റ്റൻസ് ഒന്നുകൂടി ഒരു ഫ്രീ ആണ്. അഥവാ പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ആ ഒരു ക്രിസ്ത്യൻ ആ ഒരു ബിലീവിൽ മാത്രം ഉൾക്കൊണ്ട് അതിന്
അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്യൂരിറ്റൻസിനെയാണ്. അതുപോലെ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരാണ് ഈ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എലിസബത്തൻ അവർ ആ ഒരു സമയത്ത് പ്രൊട്ടസ്റ്റൻസിന് ഒന്നും കൂടി ഒരു 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 സ്ഥാനം ബഹുമതികളൊക്കെ കിട്ടിയ സമയം. കാരണം നമ്മുടെ ഒരു എലിസബത്ത് ഒരു ഒരു പ്രൊട്ടസ്റ്റന്റ് ആ വിഭാഗത്തിൽ പെടുന്ന ഒരാളായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മുടെ എലിസബത്തിന് ആ ഒരു പീരീഡിൽ അത്രയും ഒരു നമ്മുടെ ഈ പ്യൂരിറ്റൻസിനെയും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസിനെയും ആരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നമ്മുടെ എലിസബത്തൻ പീരീഡിലാണ്. ബട്ട് അതിനുശേഷം വന്ന 1603 മുതൽ 1649 വരെ, അഥവാ ജെയിംസ് ഒന്നാമനും 1603 മുതൽ 1625 വരെയാണ് നമ്മുടെ ജെയിംസ് ഒന്നാമന്. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ചാൾസ് ഒന്നാമന്, അദ്ദേഹം 1949 വരെ. ഇങ്ങനെ ഈ ഒരു രണ്ട് ആളുകളും നമ്മുടെ പ്യൂരിറ്റൻസിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് പല പ്യൂരിറ്റൻസിനെയും അമേരിക്കയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് നാട് കടത്തി. അങ്ങനെ ഒരു വമ്പിച്ച ഒരു കുടിയേറ്റം തന്നെ, ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ ആ ഒരു കാലത്ത് നമ്മുടെ പ്യൂരിറ്റൻസിന്റെ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 1620 1630 ഈ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറിയിരുന്നത്. അതുപോലെ പ്യൂരിറ്റൻസ് പാർലമെന്റ് പക്ഷത്ത് നിന്ന് നമ്മളെ രാജാവ് ചാൾസിനെതിരെ യുദ്ധം നടത്താൻ തുടങ്ങി. അങ്ങനെ അവസാനം രാജാവിന്റെ വധശിക്ഷയ്ക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു പ്യൂരിറ്റൻസ് മൂവ്മെന്റ് അവസാനം ഒരു സിവിൽ വാർ ആയിട്ട് തന്നെ മാറി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. പിന്നെ ഒലിവർ ക്രോംവെൽ ഭരണത്തിൽ ഏറുന്നുണ്ട്. ഒരു പ്യൂരിറ്റൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഭരണാധികാരിയായി മാറി. അങ്ങനെ ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നേടി. പിന്നീട് 1660 ശേഷം വീണ്ടും ചാൾസ് രണ്ടാമൻ കിങ് ആയിട്ട് തിരിച്ചെത്തി. അഥവാ പ്യൂരിറ്റൻസിന്റെ ശക്തി അതോടെ കുറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ആ ഒരു സമയത്ത് ഒരു പാർലമെന്റിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു അന്ന് നിലവിൽ വന്നിരുന്നത്. ഇനി നമുക്കൊരു സിവിൽ വാറിനെ കുറിച്ചിട്ടും കൂടെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നമ്മൾ എന്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1642 മുതൽ 1651 വരെയാണ് ഈ സിവിൽ വാർ ഉണ്ടായിരുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് 1, 2, 3 വാറുകളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിവിൽ വാർ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നോക്കാം. 1642 മുതൽ 1659 വരെയാണ് സിവിൽ വാർ നടന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന കാരണം എന്ന് പറയാൻ മാത്രമല്ല, അതിന് ഒരുപാട് കാരണങ്ങൾ തമ്മിൽ കൂടിയപ്പോഴാണ് അതൊരു വലിയൊരു വാറായിട്ട് തന്നെ മാറിയത്. അതിൽ രണ്ട് വിഭാഗക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് റോയലിസ്റ്റ്സ് ആൻഡ് പാർലമെന്റേറിയൻസ്. അഥവാ റോയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാൾസ് കിങ് ഒന്നാമനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് റോയലിസ്റ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർലമെന്റേറിയൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ പ്യൂരിറ്റൻസ്, ഈ ഒരു രാജവാഴ്ചയെ എതിർക്കുന്ന ആളുകളും അതുപോലെ തന്നെ പ്യൂരിറ്റൻസും, നമ്മുടെ തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസികളായിട്ടുള്ള ആളുകളും. അതുപോലെ ചാൾസ് ഒന്നാമനെ ഒരു വിചാരം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു അധികാരം അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ദൈവമാണ് നമുക്ക് അതിനുള്ളൊരു അധികാരം തന്നത്, അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസമുള്ള ചാൾസ് ഒന്നാമനുണ്ടായിരുന്നു. നമ്മുടെ പാർലമെന്റേറിയൻസ് ആണെങ്കിലോ അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞ ഒരു സൈനിക നേതാവാണ്. അഥവാ രാജാവിൻ്റെ അധികാരം നിയമപരമായിട്ട് പരിമിതപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ആ പാർലമെന്റിന് ആ ഒരു സർക്കാരിൽ ഒരു പങ്ക് കൊടുക്കണമെന്നായിരുന്നു നമ്മൾ പാർലമെന്റേറിയൻ വാദിച്ചിരുന്നത്. അഥവാ അവരെയും ആ ഒരു നമ്മുടെ ചാൾസ് ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ആ പാർലമെന്റിനെ നിരാകരിച്ചിട്ട് കൊണ്ടുള്ള ഒരു ഭരണം സ്വയം ഒറ്റയ്ക്ക് ഭരിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ഒരു കാര്യം മാത്രമല്ല, ഒരു കാരണം മാത്രമല്ല ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള ഒരു പ്രശ്നങ്ങളാണ് അവസാനം ആ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ അനുമതിയൊന്നും ഇല്ലാതെ ഷിപ്പ് മണി എന്ന് പറഞ്ഞിട്ടുള്ള നികുതികളൊക്കെ നമ്മുടെ കിങ് ചുമത്തി. ഇതൊക്കെ ഒരു പ്രശ്നത്തിന് വഴിവെച്ചു. അതുപോലെ തന്നെ 1629 മുതൽ 1640 വരെ പാർലമെന്റിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് നമ്മുടെ ചാൾസ് ഒന്നാമൻ ഭരിച്ചു. ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഷേധത്തിന് പിന്നെ കാരണമായിട്ടുണ്ട്. മതപരമായ കാരണം എന്ന് പറയുന്നത് ചാൾസിന്റെ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു കത്തോലിക്കൽപ്പെട്ട ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. സോ അവരോടൊരു മൃദു സമീപനം കൈക്കൊള്ളുന്നു എന്നുള്ള ഒരു തോന്നൽ ആർക്ക് വന്നു? നമ്മൾ പ്യൂരിറ്റൻസിന് വന്നു. ഇതെങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അതുപോലെ തന്നെ അവരുടെ ഒരു ആംഗ്ലിക്കൻ സഭ, ഇംഗ്ലീഷ് ചർച്ചിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആംഗ്ലിക്കൻസ് എന്ന് പറയുന്നത്. അവർ നമ്മുടെ പ്യൂരിറ്റൻസ് എതിർത്തിരുന്ന പല ചടങ്ങുകളും കൊണ്ടുവന്നു എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ആ ഒരു സഭയിൽ പ്യൂരിറ്റൻസും അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലിക്കൻസും ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അത് വഴിവെച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒന്നാം ഇംഗ്ലീഷ് സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യാണ്. 1642 മുതൽ 1646 വരെയായിരുന്നു ഒന്നാം ഇംഗ്ലീഷ് സിവിൽ വാർ ആരംഭിച്ചത്. ഒലിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിൽ ന്യൂ മോഡൽ ആർമി എന്ന പേരിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ രൂപീകരിച്ചു.
അങ്ങനെ 1646 കൂടെ യുദ്ധം ചെയ്ത് അവസാനം നമ്മളെ ചാൾസ് കിങ് കീഴടങ്ങുകയാണ്. അദ്ദേഹം തോറ്റു എന്നുള്ള രീതിയിൽ അദ്ദേഹം കീഴടങ്ങുകയാണ്. അങ്ങനെ രണ്ടാം ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്നത് 1648 മുതലാണ്. ചാൾസിനെ പിന്തുണച്ച ആളുകൾ ഒക്കെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനൊക്കെ മറികടന്ന് നമ്മുടെ പാർലമെന്റ് സൈന്യം അവരെ പരാജയപ്പെടുത്തി. അങ്ങനെ യുദ്ധാനന്തരം പാർലമെന്റ് രാജാവിനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി വിചാരണ ചെയ്തു. അങ്ങനെ 1649 ജനുവരി 30 ചാൾസിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഒരു രാജാവ് അധികാരത്തിലിരിക്കുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ദെൻ അങ്ങനെ അതോടുകൂടെ രാജവാഴ്ച നിർത്തലാക്കി ഇംഗ്ലണ്ടിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ കിങ് ആയിട്ട് ഇല്ല, ഒരു റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിനെ പ്രഖ്യാപിക്കണം. ഇനി മൂന്നാം ഇംഗ്ലീഷ് ആഭ്യന്തര കലാപം അഥവാ സിവിൽ വാർ 1649 മുതൽ 1651 വരെയാണ് നടന്നിട്ടുള്ളത്. 1651 പോസ്റ്റെസ്റ്റർ യുദ്ധത്തിൽ നമ്മുടെ ക്രോംവെല്ലിന്റെ വിജയത്തോടെ ആ ഒരു ആഭ്യന്തര യുദ്ധം അങ്ങനെ അവസാനിച്ചു. അതോടുകൂടി 1651 ആ ഒരു യുദ്ധം അങ്ങനെ അവസാനിച്ചു. പിന്നീട് 1649 മുതൽ 1660 വരെ ഇംഗ്ലീഷ് റിപ്പബ്ലിക്കായിട്ട് തന്നെ ഭരിക്കപ്പെട്ടു. 1660 വീണ്ടും രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. അഥവാ നമ്മുടെ ചാൾസ് രണ്ടാമൻ രാജാവായിട്ട് വന്നതോടെ ആ ഒരു രാജവാഴ്ച വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ബട്ട് അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെ പാർലമെന്റിന്റെ ഒരു ഇതിന് അതീതമായിട്ടുള്ള ആ ഒരു തത്വം നിലവിൽ വന്നിട്ടാണ് ഒരു കിങ് ഇതായത്. അഥവാ അവരുടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം നടക്കില്ല, ബട്ട് ഒരു പാർലമെന്റുമായി സംയമനം പാലിച്ചുള്ള ഒരു ഭരണം നിലവിൽ വന്നു. ഇത് ഇംഗ്ലണ്ടിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു രാജവാഴ്ചക്ക് അടിത്തറയിട്ടു എന്ന് പറയാം. ദെൻ സയന്റിഫിക് റെവല്യൂഷൻ ഇൻ 17th സെഞ്ചുറി ഇംഗ്ലണ്ട്. അതിന് പറയുന്നത് ആ ഒരു ടൈമിൽ ഗ്രീക്ക് തത്വചിന്തകന്മാരൊക്കെ അന്ധമായിട്ട് പിന്തുടരുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ആ പതിവൊക്കെ നിർത്തി. പരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി അന്നത്തെ സ്കോളേഴ്സൊക്കെ. ദെൻ ഒരു ഗ്ലോറിയസ് റവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് 1688 നടന്നിട്ടുള്ള. ദെൻ നമ്മൾ സിവിൽ വാർ പറഞ്ഞല്ലോ, 1660 വരെ പിന്നെ ഒരു റിപ്പബ്ലിക് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ആര് വന്നു? ചാൾസ് രണ്ടാമൻ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു രാജവാഴ്ച വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ദെൻ അദ്ദേഹം 1660 മുതൽ 1685 വരെ അദ്ദേഹമായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെ 1685 അദ്ദേഹം മരണപ്പെടുകയാണ്. ഒരു മകനില്ലാതെ അദ്ദേഹം മരിച്ചു. അങ്ങനെ ജെയിംസ് രണ്ടാമൻ വരികയാണ്. അഥവാ ഇദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജെയിംസ് രണ്ടാമന് ഒരു അധികാരത്തിൽ വരികയാണ്. ബട്ട് അദ്ദേഹം ഒരു അധികാരത്തിലെത്തിയപ്പോഴേക്കും നമ്മുടെ ചാൾസ് രണ്ടാമൻ്റെ ഒരു പുത്രനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്നൊക്കെ കലാപങ്ങളൊക്കെ ആ സമയത്തൊരു നേരിട്ടിട്ടുണ്ടായിരുന്നു. പല പ്രശ്നങ്ങളും, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു റിലേഷനിലുള്ള ഒരു ആളൊക്കെ വന്നിരുന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു കലാപങ്ങളൊക്കെ നമ്മുടെ ഈ ജെയിംസ് രണ്ടാമനായിരുന്നപ്പം നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെയാണെങ്കിലും ജെയിംസ് രണ്ടാമനെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അട്ടിമറി സംഭവിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഒരു സിംഹാസനം ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് ജെയിംസ് രണ്ടാമൻ്റെ മകള് മേരിയും അതുപോലെ അവരുടെ ഭർത്താവായിട്ടുള്ള വില്യമും അങ്ങനെ സംയുക്തമായിട്ട് ഭരിക്കാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ വരികയാണ് ഉണ്ടായത്. അങ്ങനെ 1694 വരെ മേരിയുടെ മരണം വരെ അവർ രണ്ടുപേരും, മേരിയും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള വില്യമും ഒരുമിച്ച് ഭരിച്ചു. ബട്ട് നമ്മുടെ 1694 മേരി മരണപ്പെട്ടു. അത് മുതൽ 1702 വരെ, അഥവാ നമ്മുടെ വില്യം മരിക്കുന്നത് വരെ അദ്ദേഹം പിന്നീട് ഒറ്റക്ക് ഭരിച്ചു. ദെൻ പിന്നീടാണ് നമ്മുടെ 1702 ശേഷം 1714 വരെ ആനി എന്ന് പറയുന്നിട്ടുള്ള നമ്മുടെ ജെയിംസ് രണ്ടാമൻ്റെ ആദ്യത്തെ മകളായിരുന്നു മേരി. അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ഇളയ മകളായിട്ടുള്ള ആനി എന്ന് പറഞ്ഞ ആ രാജ്ഞി അധികാരത്തിൽ വന്നു. അങ്ങനെ അതുവരെ ആ ഒരു കാലമായിരുന്നു, അവരുടെ ഒരു കാലമായിരുന്നു. പിന്നീട് സെറ്റിൽമെൻറ്റ് ആക്ട് 1701 എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രൊട്ടസ്റ്റൻറ്റുകാർക്ക് മാത്രമേ സിംഹാസനം അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റുള്ളൂ, അത് ഷുവറാക്കി. അങ്ങനെ വില്യമിൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ആനിയുടെയോ അവകാശങ്ങൾ ആരും ഇല്ലെങ്കിൽ കിരീടം സോഫിയ ജെയിംസിന് പോകും. അഥവാ നമ്മുടെ ഫസ്റ്റ് ജെയിംസ് ആറാമന് അതുപോലെ തന്നെ ജെയിംസ് ഒന്നാമനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കോട്ട്ലാൻഡിലും ഇംഗ്ലണ്ടിലൊക്കെ ഭരിച്ചിരുന്നത്. അവരുടെ ചെറുമകളായിട്ടുള്ള സോഫിയക്കായിരിക്കും പിന്നീട് കിരീടം പോവുക എന്നുള്ള രീതിയിൽ വന്നു. അവരുടെ ഒരു പ്രൊട്ടസ്റ്റന്റ് അവകാശികൾക്ക് മാത്രമേ ഇത് കൈമാറൂ എന്നുള്ളത് പ്രഖ്യാപിച്ചു. ബട്ട് നമ്മുടെ സോഫിയ നമ്മുടെ ആനിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. അങ്ങനെ 1714 അന്നയുടെ ആ ഒരു മരണശേഷം സോഫിയയുടെ മകനായിട്ടുള്ള ജോർജ് ഒന്നാമൻ രാജാവായി. അങ്ങനെയാണ് ഹനോവേറിയൻ രാജവംശം ആരംഭിക്കുന്നത്. സോ നമ്മൾ ഹനോവേറിയൻ രാജവംശം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മുടെ ജോർജ് ഒന്നാമൻ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത്. ആ ഒരു പിൻഗാമികളില്ലാതാവുമ്പം അതിൻ്റെ മുൻഗാമികളിൽ നിന്നുള്ള പിൻഗാമികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ സോഫിയയുടെ മകനായിട്ടുള്ള ജോർജ് ഒന്നാമൻ രാജാവായിട്ട് വന്നത്. ആ ഒരു ഇതോടെ ആ സ്റ്റുവർട്ട് കാലഘട്ടമായിരുന്നു ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റുവർട്ട് കാലഘട്ടം അവസാനിച്ചു, ഹനോവേറിയൻ രാജവംശം ആരംഭിച്ചു.
ഈ ഒരു സമയത്തുള്ള ലിറ്റററി അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു 17th സെഞ്ച്വറി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്വസ്റ്റ്യനിങ്ങിൻ്റെ അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള റെവല്യൂഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ ഷേക്സ്പിയറിൻ്റെ, ബെൻ ജോൺസന്റെ അവരുടെയൊക്കെ ഒരു പ്രകടനങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുക. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല ഞാൻ പറയുന്നത്. ബട്ട് നമുക്ക് നമ്മുടെ എഴുത്തുകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന പല പോയിന്റുകളും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ 17ാം നൂറ്റാണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം നമുക്ക് ആ ഒരു നൂറ്റാണ്ടിൽ ജനിച്ച പല കഥാകൃത്തുകളെയും അതുപോലെ തന്നെ പോയറ്റ്സിനെയൊക്കെ പരിചയപ്പെടുമ്പം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു, അവർ ഇത് എഴുതുമ്പോൾ അവരുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ, അവരുടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും അത് ഊഹിക്കേണ്ടതാണ്. സോ അത് അവരുടെ ഒരു എഴുത്തുകളിലും അത് എന്തായാലും വരും. അപ്പം നമുക്കത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഒരു സ്റ്റുവർട്ട് കാലഘട്ടം മുതൽ ഹനോവേറിയൻ കാലഘട്ടം വരെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ സിവിൽ വാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതിന് ജസ്റ്റ് ഒരു ടൈം ലൈനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അതിനിടയിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ജസ്റ്റ് നോട്ട് എഴുതി വെക്കുക ഇതെന്തൊക്കെയായിരുന്നു എന്നുള്ളത്. സോ ഞാൻ പറയാണ്, 1603 മുതൽ 1625 വരെയാണ് നമ്മുടെ ജെയിംസ് ഒന്നാമൻ്റെ ജക്കോബിയൻ എറ എന്ന് പറയുന്ന എറ. ജെയിംസ് ഒന്നാമനായിരുന്നു. ദെൻ 1625 മുതൽ ചാൾസ് ഒന്നാമൻ അധികാരത്തിലേറി. അങ്ങനെ 1649 നമ്മളെ ചാൾസിനെ തൂക്കിക്കൊന്നു. പിന്നീട് അത് 1660 വരെ ആ ഒരു ഇംഗ്ലണ്ടിൽ നമ്മുടെ ആ ഒരു റിപ്പബ്ലിക്കായി അംഗീകരിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു ആ ഒരു സമയം. ദെൻ 1660 വീണ്ടും നമ്മളെ ചാൾസ് രണ്ടാമൻ അധികാരത്തിലേറുകയാണ്. അങ്ങനെ അദ്ദേഹം 1685 വരെ അദ്ദേഹം ഭരിച്ചു. മക്കളില്ലാതെ പിന്നീട് മരണപ്പെടുകയാണ്. അങ്ങനെ ജെയിംസ് രണ്ടാമൻ അഥവാ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വീണ്ടും കിങ് ആയിട്ട് വന്നു. 1688 ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുന്നുണ്ട്. ദെൻ 1689 നമ്മളെ വില്യം രണ്ടാമനും അതുപോലെ തന്നെ മേരി അവരുടെ നമ്മുടെ ജെയിംസ് രണ്ടാമൻ്റെ മക്കളായിട്ടുള്ള വില്യമും മകളായിട്ടുള്ള മേരിയും അവരുടെ ഭർത്താവായിട്ടുള്ള വില്യമും അധികാരത്തിൽ വന്നു. അങ്ങനെ 1694 വരെ നമ്മുടെ മേരിയും അതിനുശേഷം ഒറ്റയ്ക്ക് നമ്മുടെ വില്യമും മരിച്ചു. ദെൻ 1702 നമ്മുടെ വില്യം മരണപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ജെയിംസ് രണ്ടാമൻ്റെ തന്നെ ഏറ്റവും ചെറിയ മകളായിട്ടുള്ള ക്വീൻ ആൻ എന്ന് പറയുന്ന സഹോദരി അധികാരത്തിൽ വന്നു. അങ്ങനെ അവർ 1714 വരെ അവരാണ് ഭരിച്ചിരുന്നത്. ദെൻ 1714 പിൻഗാമികളില്ലാതെ വീണ്ടും നമ്മുടെ ജെയിംസ് ഒന്നാമൻ അവരുടെ കൊച്ചുമകളായിട്ടുള്ള സോഫിയയുടെ മകനാണ് ജോർജ് ഒന്നാമൻ. അദ്ദേഹമാണ് പിന്നീട് ഭരണത്തിലേറുന്നത്. 1714 ഹനോവേറിയൻ ഡൈനാസ്റ്റി ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ എക്സാമിനെ കുറിച്ചിട്ട് പല എഴുത്തുകാരെ കുറിച്ചിട്ടും ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഇത് മാത്രം നിങ്ങൾ ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ആ കാലത്ത് എന്തൊക്കെ നടന്നിരുന്നെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ട്. സോ നമുക്ക് യൂണിറ്റ് 2 നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ബൈ.